നമ്മളിപ്പോൾ സൈലന്റ് വാലി ഉള്ളത്. കംപ്ലീറ്റ് മലകളാണ്. ആ മലയിൽ കൂടെ കോട വരുന്നത് കേട്ടോ. അതൊരു പോക്കാനാണ് കേട്ടോ. അവിടെ കൃഷി കാപ്പി കുരുമുളക് പ്ലാന്റേഷൻ ഏരിയ ആണ് 8 കിലോമീറ്റർ. നമ്മൾ 22 കിലോമീറ്ററിലെ നമ്മളൊരു 21 കിലോമീറ്റർ ബഫർ സോൺ കൂടെയാണ്. ബഫർ സോൺ കഴിഞ്ഞ ശേഷമേ നമ്മൾ കോറയിലേക്ക് കിടക്കുള്ളൂ. നമ്മളിപ്പോൾ സൈലന്റ് വാലിയിലുള്ളത്. പോകുന്ന വഴിക്കുള്ള ഒരു നല്ല അടിപൊളി വെള്ളച്ചാട്ടം ഉണ്ട്. വെള്ളച്ചാട്ടം നല്ല ഭംഗിയില്ല. പക്ഷെ ഇവിടെയൊക്കെ ജീവിയുടെ ശബ്ദമൊക്കെ ഉണ്ട്. സൈലന്റ് വാലി ആക്ച്വലി കാട്ടിൽ കൂടെ നമ്മൾ ഒരു 10-21 കിലോമീറ്റർ പോയാൽ മാത്രമേ നമുക്ക് സൈലന്റ് വാലി ടച്ച് ആവുള്ളൂ. സിംഹവാലം കുരങ്ങുണ്ട്, അതേപോലെ തന്നെ അതിൻ്റെ ഉള്ളിലുണ്ട്. സൈലന്റ് വാലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സിംഹവാലം കുരങ്ങ് ഇഷ്ടം പോലെ ഉണ്ടാവും. ഇത് മേലെ കണ്ട ഒരു കുരങ്ങ് അയ്യോ ടൈവ് ചെയ്താണ്ട് അടിപൊളി ടൈവ് ഇഷ്ടംപോലെ ഉണ്ട്. ഓ അല്ല ഓരെന്തോ തിന്നാണ്. ഇതാ അതിൻ്റെ വണ്ടിയിൽ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പം നമ്മൾ സൈലന്റ് വാലി ഇവിടെ നിന്ന് മുതലാണ് എൻട്രൻ ആവുന്നത്. വെൽക്കം ടു സൈലന്റ് വാലി നാഷണൽ പാർക്ക്. അപ്പം നമ്മളിവിടെ സൈലന്റ് വാലിൻ്റെ ഉള്ളിൽ മെയിൻ അട്രാക്ഷനാണ് ഈ ഒരു വാച്ച് ടവർ. 100 മീറ്ററോളം ഇത് ശരിക്ക് ഹൈറ്റ് ഉണ്ട്. നമുക്ക് നല്ല കാറ്റും ഉണ്ടാവും. നമുക്കൊന്ന് കയറി വെക്കാം. ഓക്കെ, സൈലന്റ് വാലി നാഷണൽ പാർക്ക് ഉദ്ഘാടനം ചെയ്തത് രാജീവ് ഗാന്ധിയാണ്, നമ്മുടെ മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി. അപ്പോൾ ഇതിലേക്ക് ഒരേ സമയം 12 ആൾക്കാർക്ക് മാത്രമേ കയറാൻ പറ്റുള്ളൂ. ഒരു മാതിരി കുത്തനുള്ള കയറ്റമാണ്. അപ്പം നമുക്ക് ഇതിൻ്റെ മുകളിൽ കയറി വെക്കാം. ഓക്കെ, എൻ്റെ മോനെ സീന് കാഴ്ച കേട്ടായിട്ടല്ലേ. ഓ പൊളിക്കും. നമ്മൾ മേലെയൊന്നും എത്തിക്കില്ല, കുറച്ചെത്തുമ്പോഴത്തേക്ക് തന്നെ ഏത് ജാതിയോ അടിപൊളി. കുറച്ച് ടീമൊക്കെ അങ്ങനെ വരുന്നുണ്ട്. ഇതാണ് എന്നിട്ട് അതാണ് കുന്തിപ്പുഴ. ആ ഭാഗത്തുണ്ട് ഒരു പുഴ ഒഴുകുന്നത്. അതാണ് കുന്തിപ്പുഴ. ഇവിടുന്ന് ഏകദേശം 1.5 കിലോമീറ്റർ ഉണ്ട്. അപ്പം ഗായ്സ്, നമ്മൾ സൈലന്റ് വാലിൻ്റെ മെയിൻ അട്രാക്ഷൻ ആയിട്ടുള്ള ഈ വാച്ച് ടവറിൻ്റെ മേളിലെത്തി. ഇതാണ് ഇവിടെയുള്ള കാഴ്ചകൾ. യാ മോനെ സീൻ കാഴ്ചകളാണ്. നമ്മളെ കുന്തിപ്പുഴ ഒഴുകുന്നുണ്ടോ, നല്ല അടിപൊളി. നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകൾ. എങ്ങനെ പോകുന്നത് കാണാം. നമുക്ക് ഇവിടുന്നൊരു ട്രക്കിംഗ് ഉണ്ട്. ഒരു 1.5 കിലോമീറ്റർ പുഴയിലേക്കുള്ളൊരു ട്രക്കിംഗ്. അപ്പം പുഴയിൽ ഇറങ്ങാനൊന്നും പറ്റില്ല, എന്നാലും നമുക്ക് ജസ്റ്റ് ഒന്ന് പുഴ തീരം വരെ നമുക്ക് ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാം. ഞാൻ ഇടയ്ക്ക് 2-3 ആഴ്ച മുമ്പ് കൂടി കടുവനെ കണ്ടു. ഞാൻ ആ ബോർഡില്ലേ, വെൽക്കം ബോർഡിന്റെ ഒരു 3 മിനിറ്റ് കൂടെ എത്ര അടുത്ത് നിന്നുണ്ട്. ഇത് ഡാമിന് വേണ്ടി വെട്ടിയ റോഡാണ്. കാലഘട്ടങ്ങളിൽ കേട്ടാ ഒരു നീരാൽ എന്ന് പറഞ്ഞൊരു മരം. അപ്പോൾ നമ്മളിവിടെ കുന്തിപ്പുഴേൻ്റെ ഓരത്തെത്തിയിട്ടുണ്ട്. നമുക്കിവിടെ ഇറങ്ങാനൊന്നും പറ്റില്ല, നല്ല ഒഴുക്കൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഈ ഭാഗത്തായിട്ട് വർക്കൊക്കെ നടക്കുന്നില്ലേ, അത് ആക്ച്വലി ഇവിടെ ഒരു ഡാം കെട്ടേണ്ട പരിപാടി ഉണ്ട്. അപ്പം ഈ ഹരിത വനം നഷ്ടപ്പെടുന്നതുകൊണ്ട് തന്നെ നിവേദനം കൊടുക്കുകയും ഇന്ദിരാഗാന്ധി അത് സ്റ്റോപ്പാക്കുകയും ചെയ്തിട്ടുണ്ട്.
ആക്ച്വലി ഇത് തൂക്കുപാലത്തിൻ്റെ പണി വരുന്നുണ്ട്. നമുക്കത് നല്ലൊരു വിഷ്വൽ ഇവിടെ കിട്ടും. അതുപോലെ പണ്ടത്തെ ഒരു പാലം അവിടെ കിടക്കുന്നുണ്ട്. പോയി ആ ഓക്കെ ഓക്കെ. രണ്ടാമത് തൂക്കുപാലം കിട്ടിയപ്പോൾ മഴ കാരണം നിർത്തി വെച്ചിരിക്കുകയാണ്.